അങ്ങനെ നമ്മുടെ അടുത്ത ജേർണി തുടങ്ങി ഗൈസ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. വേറൊന്നുമില്ല, നമ്മൾ വീണ്ടും വേറൊരു ജേണിയാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മളവിടെ ജാസ്മിൻ ഇല്ല. ദിസ് ഇസ് മോർ ഓഫ് എ ഫാമിലി ട്രിപ്പ് ഫോർ മീ. എവിടേക്ക് പോകണമെന്നുള്ളത് വഴിയെ ഞാൻ പറയാം. ഇതിപ്പോൾ ഞാൻ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വ്ളോഗ് ചെയ്യണത്. സോ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഓക്വേർഡ് ഫോർ മീ. എനിക്ക് ആൾക്കാർ നോക്കുന്ന സമയത്ത് നാച്ചുറലി ചെറിയൊരു നാണം പോലെ പറഞ്ഞിട്ടുണ്ട്. ഇത് വേറെ ഒരാൾ നമ്മുടെ കൂടെ വ്ളോഗ് ചെയ്യാനുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ഫീലിംഗ് വരില്ല. പക്ഷേ റൈറ്റ് നൗ ഐ എം ഫീലിംഗ് ദാറ്റ് നാണം. ഞാൻ അപ്പോൾ കുറച്ച് നാൾ മുമ്പേ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. ഒരു മാസം മുമ്പ് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. എൻ്റെ കുറച്ച് കസിൻസ് അബുദാബിയിലുണ്ട്. ഞാൻ പറഞ്ഞത് മറ്റേ പെർഫ്യൂം വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെയും എൻ്റെ ഫാമിലിയായിട്ട് ഞങ്ങൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് കുറച്ച് നാൾ മുമ്പ് പ്ലാൻ ചെയ്ത് വെച്ചതാണ്. ഫൈനലി ഇറ്റ്സ് ടൈം ഫോർ ദാറ്റ്. ഇന്ന് December 12th. ഇപ്പോൾ വൈകുന്നേരം സമയം 6:15. 7:30 ഇവിടുന്ന് ഫ്ലൈറ്റ്. 7:30 ഇവിടുന്ന് പോയിട്ട് അബുദാബി എയർപോർട്ടിൽ പിന്നെ എനിക്കൊരു 10 hours ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെ എത്തിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളുള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. എനിക്ക് തോന്നുന്നു ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമാണ് ഷാർപ്പ് ഓൺ ടൈമിൽ എയർപോർട്ടിൽ എത്തുന്നത്. ഇതുവരെ ഇഷ്ടംപോലെ പ്രാവശ്യം ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓടിപ്പണഞ്ഞ് ചാടി പിടിച്ചൊക്കെ ആയിരിക്കും ലാസ്റ്റ് മൊമെൻറ്റിലെത്താം. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ കറക്റ്റ് സമയത്തെത്തി. ഇഷ്ടംപോലെ സമയം കയ്യിൽ ഞങ്ങൾ ചെന്നിട്ട് നൈസായിട്ട് ഇന്നത്തെ ദിവസമൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഉച്ചയായി കഴിഞ്ഞപ്പോഴാണ് സാധനങ്ങൾ കുറച്ച് മേടിക്കാനായിട്ട് പാക്കിങ്ങിനൊക്കെ പോയത്. വെയിറ്റ് ഒക്കെ ആക്കിയത് ജസ്റ്റ് ഫ്ലൈറ്റിൽ എയർപോർട്ടിലേക്ക് ഇറങ്ങണതിന് തൊട്ട് മുമ്പാണ് ലഗേജൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ നല്ല ടയേർഡായിരുന്നു, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല ഹംഗ്രി ആയിരുന്നു. എയർപോർട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ നൈസായിട്ടൊരു ചിക്കൻ സാൻഡ്വിച്ചും പപ്പയും മമ്മിയും എനിക്ക് തോന്നുന്നു ക്യാപ്പുച്ചീനോ അങ്ങനെ എന്തൊക്കെ കഴിച്ചു. ഞാനൊരു ഐസ് സ്മോക്ക കഴിച്ചു. ആൻഡ് ദാറ്റ് ഈസ് ഓൾ ഐ ഹവ് ഹാഡ് ഫോർ ദ പാസ്റ്റ് 24 hours. അങ്ങനെ ഈ വർഷത്തെ ജാസ്മിൻ്റെ കൂടെയുള്ള അവസാനത്തെ വ്ളോഗ് ഞങ്ങൾ ഇന്നലെ ഷൂട്ട് ചെയ്തായിരുന്നു. ഞങ്ങൾ ബൗളിങ്ങിനൊക്കെ പോയായിരുന്നു. ദിസ് ഈസ് അനദർ സീരീസ്, ട്രാവൽ സീരീസ്, episode 1 ബൈ ദ വേ. ആൻഡ് ദിസ് ഈസ് എ സോളോ വ്ളോഗ്. എൻ്റെ ഫാമിലീനെ കാണിച്ചു തരുമെന്ന് വെച്ചാൽ അവർക്കത് ഓക്കെ ആണെങ്കിൽ കാണിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ. എന്തോ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ചെറിയൊരു ഓക്വേർഡ്നെസ് അടിക്കണമുണ്ട്, വാക്കുകളൊക്കെ തെറ്റിപ്പോണ്ട്. ഇപ്പം ഞാനുള്ളത് എൻ്റെ എയർ ഗേറ്റിലാണ്. ഗേറ്റ് നമ്പർ 8 ആണ്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു 7:30 ഫ്ലൈറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 അബുദാബി ടൈം 10 ആകുമ്പോഴേക്കും എത്തും. ആൻഡ് ദെൻ അവിടെ നിന്ന് പിന്നെ നാളെ രാവിലെ 7 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് അബുദാബി ടൈമിൽ. ഓൾമോസ്റ്റ് 10-12 hours ലേ ഓവർ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അബുദാബി എയർപോർട്ട് എക്സ്പ്ലോറേഷൻ വീഡിയോയിൽ കാണാം. പ്രാവശ്യം പക്ഷേ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോളോ എയർപോർട്ട് എക്സ്പ്ലോറേഷനാണ്. കൂടെ ഒരാളും കൂടി ഉള്ളപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ഫൺ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് പറയാം. ഫ്ലൈറ്റ് കയറിയതിന് ശേഷം എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. ഓക്കെ, സീ യു. ഞങ്ങളുടെ ഫ്ലൈറ്റിനുള്ള അനൗൺസ്മെൻറ്റ് വന്നു. എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും സെയിം ഫ്ലൈറ്റാണെന്ന് തോന്നണം കേട്ടോ. അല്ല, എന്താ അങ്ങനെ കാണിക്കണേ? രണ്ടും ഈ സെയിം ഗേറ്റ് തന്നെ കാണിക്കണേ, സെയിം ടൈം ഡിപ്പാർച്ചർ ടൈമോ. സോ ഐ എം നോട്ട് ഷുവർ. ഗേറ്റ് നമ്പർ 8 നമ്മളിപ്പോൾ ഉള്ളത്. ഇൻ ദ മീൻ ടൈം നിങ്ങൾ ഗേറ്റ് നമ്പർ 8-ൻ്റെയും 9-ൻ്റെയും മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടാസ്വദിക്കൂ. ബൈ ദ വേ, എൻ്റെ എപ്പോഴത്തെയും ട്രാവൽ കമ്പാനിയനായിട്ടുള്ള എൻ്റെ നല്ല ഒന്നാമതൊരു ട്രാവൽ ബാഗ് ഉണ്ടായിരുന്നു. അത് എനിക്ക് നമ്മുടെ പ്യൂമ ബ്രാൻഡിൻ്റെ ആയിരുന്നു. അതിൻ്റെ പരിപ്പിളകിയതുകൊണ്ട് നമ്മൾ പുതിയൊരു ട്രാവൽ കമ്പാനിയൻ ബാഗ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ദിസ് ഈസ് മൈ ന്യൂ ബാഗ് ഫ്രം സൂപ്പർ ഡ്രൈ. സൂപ്പർ ഡ്രൈ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസീവ് ബ്രാൻഡാണ്. പക്ഷേ ഒരു നല്ല ഓഫറിൽ കിട്ടിയതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഇതങ്ങോട്ട് മേടിച്ചു. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് മറ്റേ ടാർപ്പ് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. നമ്മുടെ ഈ ടർപ്പായൊക്കെ ഉണ്ടാക്കുന്ന സെയിം മെറ്റീരിയലാണ്. അപ്പോൾ ഇറ്റ്സ് വെരി എന്താ പറയുക, ഡ്യൂറബിൾ. മഴ നനഞ്ഞാലൊന്നും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് അത്യാവശ്യം ക്യാമറ സാധനങ്ങളൊക്കെ സേഫായിട്ട് വെക്കാൻ പറ്റുന്ന സൈസും ഉണ്ടായിരുന്നു. പിന്നെ ഇത് ട്രാവൽ ബാഗ് തന്നെയാണ്, ഫുള്ളായിട്ട് തുറക്കാൻ പറ്റും. സോ ഐ ബോട്ട് ദിസ് ബാഗ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു വന്ന പോലെ ഞങ്ങൾ അബുദാബി എയർപോർട്ടിലുണ്ട്. ഇപ്പോൾ സമയം രാത്രി 12:30 ഇന്ത്യൻ ടൈം. അബുദാബിയിൽ 10 മണി 10:30 എന്തോ ആയി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണി കിട്ടിയത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ വന്ന് ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി
ബാഗ് എടുക്കാനായിട്ട്. അതായത് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫേഴ്സ് ആണല്ലോ, ഞങ്ങൾക്ക് നേരെ അപ്പുറത്തെ ആ രാജ്യത്തേക്ക് പോകാനുള്ള ട്രാൻസ്ഫറിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത്. കാരണം സിംഗിൾ എൻട്രി അബുദാബി വിസയാണ് ഉള്ളത്. ഇവിടെ വന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയ സമയത്ത് ട്രാൻസ്ഫർ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ലഗേജ് എടുക്കാൻ പറ്റില്ല. ലഗേജ് എടുക്കണമെങ്കിൽ അബുദാബിയിൽ എൻട്രി ചെയ്യണം, അതായത് UAE എൻട്രി ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ സിംഗിൾ എൻട്രി വിസ യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലഗേജിലേക്ക് എത്താൻ പറ്റുള്ളൂ. ലഗേജ് എടുത്തിട്ട് വേണമെങ്കിൽ പുറത്ത് ടെർമിനൽ വഴി ടെർമിനൽ ത്രൂ നമുക്ക് ട്രാൻസ്ഫേഴ്സിലേക്ക് പോകാം. അപ്പോൾ സിംഗിൾ എൻട്രി വിസ എടുത്തിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വേറെ രാജ്യത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എത്തിഹാദിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ എയർ അറേബ്യയുടെയോ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് സംഭവം. വേറെ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ സിംഗിൾ എൻട്രി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ എൻ്റെ ചേട്ടൻ വന്ന് എന്നെ പിക്ക് ചെയ്യും. ഞങ്ങളപ്പോൾ എയർപോർട്ടിൽ 8 മണിക്കൂർ ലേ ഓവർ എന്ന് വിചാരിച്ചത് അവരുടെ ഫ്ലാറ്റിലായിരിക്കും ഇനി നമ്മൾ ലേ ഓവറായിട്ട് കിടക്കാൻ പോണേ. അപ്പോൾ ഇതിൽ ചേട്ടൻ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലാം. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വണ്ടിയിലിരുന്ന് പറയാം. ബൈ. അങ്ങനെ ഇപ്പോൾ സമയം രാവിലെ 5:50 ആവാറായി. ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെന്ന് ചേട്ടൻ്റെ വീട്ടിൽ കയറിയിട്ട് ജസ്റ്റ് ഒരു കപ്പിൾ ഓഫ് ഹവേഴ്സിൻ്റെ ചെറിയൊരു റെസ്റ്റ് കിട്ടി, സ്ലീപ്പ്. പക്ഷേ ഉറക്കം പൂർത്തിയൊന്നും ആയിട്ടില്ല. ഇപ്പോൾ തിരിച്ച് അടുത്ത ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഫ്ലൈറ്റാണ്. അത് രാവിലെ 7:10 ഇപ്പോൾ ഓൾമോസ്റ്റ് ഇന്ത്യൻ ടൈമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, 5:45. അപ്പോൾ ഇവിടുത്തെ സമയം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ സമയം ഇപ്പോൾ എത്ര മണി? 4:19, 4:19. ഏർലി മോർണിംഗ് ആണ്, അതുകൊണ്ട് ട്രാഫിക് ഒന്നുമില്ല. സോ ഇനിയിപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മുടെ അനൂപേണ്ണും ടീമുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഓക്കെ, ബൈ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഡിപ്പാച്ചർ ടെർമിനലാണ്. ആൻഡ് ദിസ് പ്ലേസ് ലുക്സ് എക്സ്ട്രീംലി നൈസ്. ഹ്യൂജാണ്. അബുദാബി എയർപോർട്ടിൽ വന്ന സമയത്ത് ഞാൻ കണ്ടൊരു അടിപൊളി വിഷ്വലാണ്. ഒരു ക്രിസ്മസ് ട്രീ ആണ്, പക്ഷേ ക്രിസ്മസ് ഡെക്കറേഷൻ ഹിയർ ഈസ് ലൈക്ക് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. എന്തിനാണ് ഈ ഫ്ലൈറ്റ് കെട്ടിയിട്ടാണത്? Step 1, wake up early, gonna rise with the sun. Step 2, get some good, some food in you. Step 3, think real hard about what you wanna be. Step 4, everybody just do your thing. Wake up, today's gonna be a good day. 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 Yo, set your affirmations, aspirations. I got shit to do, the aftermath of preparation. Good food, good mood, blood in circulation. One step at a time, yeah, that's how you make it. Set a goal you control and the steps you take them. I try to pick one thought, have some concentration. And if I make a mistake, it's called education. I try to do this every day, call it replication. Wake up, today's gonna be a good day. 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 ഇതാണ് ഗൈസ് നമുക്ക് പോകാനുള്ള വണ്ടി. നമുക്ക് 10-13 പേർക്ക് ഇരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉള്ളൊരു ബസ് പോലെയാണ്. അപ്പോൾ ലഗേജും എല്ലാം ഇതിൽ തന്നെ കൊള്ളും. ഇതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വൃത്തിയായിട്ട് എയർപോർട്ടുകളിൽ ഒരെണ്ണം. അതിൻ്റെ കഥ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ നിർത്തി കൊടുത്തൊരു കൺവീനിയൻസ് സ്റ്റോറും ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ പേരെന്തായിരുന്നു, അൻവർ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു തന്നു. അതായത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ ഓരോരോ പരിപാടികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇവരുടെ ഹോം ഗ്രോൺ ആയിട്ടുള്ളൊരു ലിക്കർ ഉണ്ട്. അത് ആക്ച്വലി ഇറ്റ്സ് ബേസിക്കലി കോണിയാക്കാണ്. പക്ഷേ ഇവിടുത്തെ അതിൻ്റെ പേരെന്താ? ബ്രാൻഡി എന്ന് പറഞ്ഞിട്ടാണ് അവർ വിൽക്കുന്നത്. ആ ബ്രാൻഡിൻ്റെ പേരെന്താ? ഓൾഡ് കക്കേത്തി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലൊരു ചെറിയ എക്സ്പെരിമെൻ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഈ പറയുന്ന ബ്രാൻഡി അല്ലെങ്കിൽ കോണിയാക്ക് നമ്മൾ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഐസോപ്രോപ്പൈൽ ആൽക്കഹോളൊക്കെ കൈ വെച്ച്, അതായത് നമ്മുടെ സാനിറ്റൈസർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ബേണിങ്, ഒരു അങ്ങനെ ഒരു പുകയണ ഒരു ഫീലിംഗ് ഉണ്ട്. ഇത് കഴിഞ്ഞ് ഇതൊന്ന് ഡ്രൈ ആവണം. പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. സാധാരണ ആൽക്കഹോളാണല്ലോ, 40% എന്തോ ആൽക്കഹോളല്ലേ. ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിൽ ഭയങ്കര മറ്റേ ഡാർക്ക് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ
ഫ്രേഗ്രൻസ് നല്ല രീതിയിൽ ഈ ഒരു ലിക്കറിനുണ്ട്. ഞാൻ പേഴ്സണലി കഴിക്കില്ല, പക്ഷേ എനിക്ക് ഈ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായി, ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ കോണിയാക്കാണ് സാധനം, പക്ഷേ ബ്രാൻഡി എന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ പുറത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴയാണ്. വെതർ ഓൾമോസ്റ്റ് ഇറ്റ്സ് 6 ഡിഗ്രി സെൽഷ്യസ് തണുപ്പാണ്, നല്ല തണുപ്പാണ്. പക്ഷേ എനിക്ക് അങ്ങനെ വലിയൊരു തണുപ്പ് ഫീൽ ചെയ്യണില്ല. ഞാൻ എൻ്റെ ഹുഡിയും ടീഷർട്ടും ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് ഇന്ത്യക്കാരും മലയാളികളൊക്കെ ഇവിടെ ചുറ്റുമുണ്ട്. മഴ നമ്മൾ വന്നപ്പോൾ തൊട്ട് മഴ ചതിച്ചത് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷ്വൽ ഞാൻ കണ്ടു, നല്ല ഭംഗിയുള്ളൊരു വിഷ്വൽ. ഇത് നോക്ക്, ചെക്ക് ദിസ് ഔട്ട് ഗൈസ്. ഇതെന്താണിത്? ഈ ഒരു അവസരത്തിൽ പറക്കും തളികയിലെ നമ്മുടെ ബസ്സിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ബസ്സിൻ്റെ പേര് താമരാക്ഷൻ പിള്ളയുടെ ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട് മക്കളെ. ഇത് നോക്കിയേ, അവൻ്റെ സൈസ് നോക്കിയേ. അടുത്ത് നിൽക്കണ ആളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ സൈസ് അറിയാൻ പറ്റും. പിന്നെ ഇവർക്ക് തണുപ്പൊന്നും അത്ര വലിയ പ്രശ്നമില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാരിൽ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടകളുടെ സൈഡിലൊക്കെ ഇങ്ങനെ ഈ പറയുന്ന പട്ടിക്കുട്ടികൾക്ക് വന്ന് ഈ തണുപ്പിൽ ഷെൽട്ടർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഇവർ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ ഒരു ക്യൂട്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇടാരത് അയ്യോ, ക്യൂട്ടീനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഭീകരന്മാരെല്ലാവരും കൂടി വരുന്നുണ്ട്, ഓടേണ്ടി വരും. അപ്പുറത്ത് ഇവർക്ക് വേണ്ടിയിട്ട് ബിസ്ക്കറ്റും ഫുഡൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് പട്ടിക്കുട്ടികളെ കാണാൻ. ആക്ച്വലി നല്ല സൈസും ഉണ്ട്. മഞ്ഞിലുള്ള ഇതായതുകൊണ്ട് ഇവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡിയാണ്, മസിൽസാണ് ഫുള്ള്, ഫാറ്റില്ല. ഇവിടെ സബ്വേ ഉണ്ട് ഗൈസ്, അതുപോലെ തന്നെ വെൻഡീസ് ഉണ്ട്. വെൻഡീസ് കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഡങ്കിൻ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട്. പിന്നെ ആ സൈഡിലൊരു കൺവീനിയൻസ്, കുറച്ച് സൂം കൂടി പോയി, കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്. ഇവിടെ ഈ ഒരു കാണുന്നത് കൺവീനിയൻസ് സ്റ്റോറാണ്. പിന്നെ ഇവിടെ നമ്മുടെ കൂടെ ഒരു പൂക്കി ഉണ്ട്, ക്യൂട്ട് പൂക്കി. ഹലോ, ഹായ്. നല്ല രസമുണ്ട് ഉമ്മാരെ കാണാനായിട്ട്. ഈ കടയിൽ നിന്ന് വരണവർ, ഈ കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നല്ല ചൂട് ചെറുതായിട്ട് ഇങ്ങനെ കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കംഫർട്ടബിളായിട്ട് നിൽക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞത് ഇതാണ്, ഞാൻ കാണിച്ചു തരാം. ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഫുഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇതിൽ നിന്ന് വന്നിട്ട് നൈസായിട്ട് ബിസ്ക്കറ്റും കഴിക്കും. കണ്ടോ, ഡോഗ്സ് പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര, അത് നല്ലൊരു അടിപൊളി ജസ്റ്ററാണ്. അങ്ങനെ നമ്മൾ അത്യാവശ്യത്തിന് ഇന്നലെ രാത്രി തൊട്ട് ട്രാവൽ ചെയ്തതുകൊണ്ട് പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റേണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് അത്യാവശ്യത്തിനുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ അതേ ബസ്സിൽ കയറി നമ്മുടെ ടിബ്ലിസിയിലേക്കുള്ള ജേർണി കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഇപ്രാവശ്യം ഞാൻ കുറച്ചുകൂടി സീനിക് ആയിട്ടുള്ളൊരു ലൊക്കേഷനിലിരുന്ന് മാക്സിമം വ്യൂസൊക്കെ കാണിച്ചു തരാൻ നോക്കാം. താങ്ക് യു. ഇപ്പോൾ ഇത്രയും നേരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരുന്ന വിഷ്വൽസ് പുറത്ത് നല്ല മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന വീടുകളും ഗ്രാമങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ കുറച്ച് ഇരുട്ടും ഒരു തുരങ്കം പോലത്തെ ഒരു പരിപാടിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സെക്കൻഡ് ഞാൻ ഇതൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു റോഡാണ്. അതായത് കുട്ടൈസിന്ന് ടിബിലിസിയിലേക്ക് പോണ വഴിയിലുള്ളൊരു മെയിൻ ഹൈവേ ആണ്. റിക്കോട്ടി ടണൽ റോഡ് എന്ന് പറഞ്ഞിട്ട് കുട്ടൈസിന്ന് ടിബിലിസിലേക്ക് പോണ വഴിയിലുള്ളൊരു ഹൈവേ ആണിത്. ഹൈവേയുടെ ഒരു സ്ട്രെച്ചാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ടണൽ കാണാൻ വേണ്ടിയിട്ട് തുരങ്കം മറ്റേ നമ്മുടെ കുതിരാനിലും അല്ലെങ്കിൽ മണാലിയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അട്ടൽ ടണലൊക്കെ പരിചയം ഉണ്ടാവും. അതുപോലെ നല്ല നീളമുള്ള 25ഓളം ടണലുകൾ, 25 കറക്റ്റ് ഷാർപ്പ് നമ്പറാണ്, ഞാനത് നേരത്തെ ഗസ് ചെയ്തായിരുന്നു. താങ്ക് യു. അപ്പോൾ 25 ടണൽസ് ഈ പറയുന്ന റോഡിലുണ്ട്. ഓരോ ടണലിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെച്ചിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മഞ്ഞ് നിറഞ്ഞ വില്ലേജുകളും മരങ്ങളും കാടുകളും വീടുകളുടെ മുകളിലും മഞ്ഞ് നിറഞ്ഞിരിക്കണതൊക്കെ കാണാം. അതോടൊപ്പം ഭയങ്കര അടിപൊളിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള മലകളുടെ ഇടയിൽ കൂടെ ഭയങ്കര പ്രിസൈസായിട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള ഒരുപാട് ടണലുകളും ഈ റോഡിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. 25 ടണൽ, നമ്മുടെ അട്ടൽ ടണലൊക്കെ ഒരെണ്ണം, ഇവിടെ 25 ടണലുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മഞ്ഞാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തു. ഹായ് 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 ഹായ്.
അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഈ ട്രിപ്പിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ സ്നോഫോളാണ്. എൻ്റെ ആദ്യത്തെ സ്നോഫോൾ അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര എക്സൈറ്റ്മെൻറ്റ്, പക്ഷേ സ്റ്റിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. കാരണം എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനാരിയോ ആണ് ഈ നമ്മുടെ സീനറിയിൽ. ചുറ്റും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നല്ല ഡാർക്ക് ആൻഡ് വൈറ്റിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഭയങ്കര രസമായിട്ട് ആ ഒരു എന്താ പറയുക ഒരു ഫീലിൽ ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും നല്ല ഹെവി സ്നോഫോൾ ഉണ്ട്, ചെറിയ സ്നോഫോളൊന്നുമല്ല. അപ്പോൾ ഞാനിങ്ങനെ സ്നോഫോളൊക്കെ ആസ്വദിച്ച് പുറത്തിറങ്ങാൻ നിൽക്കുക. കാരണം എൻ്റെ ഷൂസ് ഞാൻ ഇട്ടിട്ടുള്ളത് മറ്റേ പ്രോപ്പർ സ്നോ ബൂട്ട്സ് ഇല്ല. സ്നോ ബൂട്ട്സ് ഇടാതെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂ ചീത്തയാവുകയും ചെയ്യും, തെന്നി വീഴാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഓൾസോ ഇവിടെ താഴെ നല്ല ചെളിയാണ്. ഹൈവേയിലാണ് നമ്മളിപ്പോൾ നിൽക്കണത്. ആക്ച്വലി കുട്ടൈസി എന്താ പറയുക, കുട്ടൈസി ടിബ്ലിസി ഹൈവേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തോ ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തോ ഒരു റോഡ് ബ്ലോക്ക് കാരണം അവർ റോഡ് ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇറങ്ങി ഇപ്പോൾ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദൂരത്തേക്ക് വണ്ടികൾ കിടക്കണ കാണാം. ആളുകളെല്ലാവരും ഇറങ്ങി സ്നോഫോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സീനറി വിച്ച് ഐ വാണ്ടഡ് ടു ഷോ യു ഗൈസ്. താങ്ക് യു സോ മച്ച്. ബൈ. വീഡിയോയുടെ ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും ഇത് ഏതാണ് രാജ്യം എന്നുള്ളത്. ഞാൻ ഇടയ്ക്കൊക്കെ പേരുകളെടുത്ത് പറയുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ടൊരു റിവീൽ ചെയ്യാനുള്ളൊരു ചാൻസ് എനിക്ക് കിട്ടിയിരുന്നില്ല. നമ്മളിപ്പോൾ ഉള്ളത് ജോർജിയയിലാണ്. ജോർജിയയുടെ ടിബിലിസി എന്നുള്ള തലസ്ഥാന നഗരത്തിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലാൻഡ് ചെയ്ത എയർപോർട്ടിൻ്റെ പേര് കുട്ടൈസി എയർപോർട്ട് എന്നാണ്. അത് വേറൊരു സിറ്റിയാണ്, ഇറ്റ്സ് എ സ്മോളർ സിറ്റി. അവിടെ നമ്മൾ ഫസ്റ്റ് ഡേ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും അവിടുത്തെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ കാരണം നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ആദ്യം നമുക്ക് ടിബിലിസിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവസാനത്തെ ദിവസം കുട്ടൈസി എക്സ്പ്ലോർ ചെയ്യാമെന്ന്. അപ്പോൾ ടിബ്ലിസിയുടെ ഓൾഡ് സിറ്റി, ടിബ്ലിസി സിറ്റി എന്നുള്ള ഭാഗമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്ത നടുക്ക് കൂടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുഴ ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കൊട്ടാരങ്ങളും കോട്ടകളും അതായത് പാലസുകളും ഫോർട്ടുകളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു സിറ്റിയാണ് ടിബ്ലിസി സിറ്റി. കാണുമ്പോൾ തന്നെ നമുക്ക് വേറെ ഏതോ ഒരു പഴയ കാലത്ത് എത്തിയ പോലത്തെ ഒരു ട്രഡീഷണൽ ഫീലിംഗ് എനിക്ക് ആ ഒരു സിറ്റിയിൽ ത്രൂ ഔട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ രാത്രി നല്ല തണുപ്പായിരുന്നു, ഓൾമോസ്റ്റ് -6 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നു. മഞ്ഞ് പെയ്യില്ല എന്നുള്ളൊരു സംഭവമാണ് ടിബ്ലിസിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഇവർ എടുത്ത് പറഞ്ഞത്. കാരണം മഞ്ഞ് പെയ്താൽ തന്നെ മഞ്ഞ് അവിടെ അങ്ങനെ കെട്ടിക്കിടന്ന് അങ്ങനെ അട്ടിയിട്ട് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം അതിനൊരു സയൻറ്റിഫിക് റീസണൊക്കെ ഉണ്ട്. ടിബ്ലിസിയിൽ എത്തിയതിന് ശേഷം നല്ല തണുപ്പായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചൂട് നിന്ന് കാലാവസ്ഥയിൽ നിന്ന് തണുപ്പിലേക്ക് പോയതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡി അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാരാജ പാലസ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കാം എന്നുള്ളൊരു മൂഡിൽ നമ്മൾ ട്രാവൽ ചെയ്ത് ആ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു പോകുന്ന വിഷ്വൽസ് ആയിരുന്നു. ഭയങ്കര വിൻറ്റേജ് ആയിട്ടുള്ള ഒരുപാട് കടകളൊക്കെ നമുക്ക് ആ പരിസരത്ത് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ചായ കുടിച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ആ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ടിബ്ലിസി സിറ്റിയുടെ ഒത്ത നടുക്ക് സ്ഥിതി കൊള്ളുന്ന ഒരു ബസാറിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. മെയ്ദാൻ ബസാർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ബസാറാണ്. ഒരുപാട് വർഷം മുമ്പ് അവിടെ വന്ന് സ്ഥാപിച്ചതിന് ശേഷം ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നൊരു ഷോപ്പിംഗ് സെൻ്ററാണ് ഈ പറയുന്ന മെയ്ദാൻ ബസാർ എന്ന് പറയുന്നത്. അണ്ടർഗ്രൗണ്ടാണ് ആക്ച്വലി ഈ ബസാർ ഉള്ളത്. നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് റോഡിൻ്റെ താഴെ, അതായത് ഭൂമിയുടെ അടിയിൽ കൂടെ നടന്ന് കുറച്ച് ദൂരം ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് നമുക്ക് ഈ ബസാർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം ലെങ്ത്തിലാണ് കിടക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സിറ്റിയിൽ വലിയ തിരക്കൊന്നുമില്ല. കാരണം അവിടെ ആഭ്യന്തര പ്രശ്നം നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പ്രൊട്ടസ്റ്റൊക്കെ ആയിട്ട് വേറൊരു സിറ്റിയിലേക്ക് പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് വലിയ തിരക്കുകൾ തന്നെ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ജോർജിയയുടെ എടുത്തു പറയേണ്ട വേറൊരു പ്രത്യേകതയാണ് അവരുടെ വൈൻ കൾച്ചർ എന്ന് പറയുന്നത്. ആക്ച്വലി പറയപ്പെടുന്നത് ഒരുപാട് 5000-6000 വർഷം മുമ്പ് തന്നെ വൈൻ ജോർജിയൻസ് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂവൻ തെളിവുകൾ, ഡിസ്കവറികളൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ചില വിഷ്വൽസാണ് നിങ്ങൾ ഈ കാണുന്നത്. പണ്ട് കാലത്ത് കൽഭരണികളിൽ നിറച്ച് വെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഒരു ചക്കാണ് നമ്മൾ ഈ താഴെ കാണുന്ന ഒരു ടാങ്കിൽ മുന്തിരികൾ നിറച്ചിട്ട് അതിൽ ചവിട്ടി അങ്ങനെയൊക്കെയാണ് അവർ വൈൻ പണ്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ വൈൻ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചെറിയ ബസാറിൻ്റെ എൻട്രൻസ് ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പലതരത്തിലുള്ള വൈൻ ബോട്ടിലുകളൊക്കെ കാണാം. ഇവിടെ അവരുടെ വിശ്വാസം അനുസരിച്ചൊരു വിഷ്വല് പോലെ അവർ ചെറിയ ആളുകൾ വന്ന് പൈസയൊക്കെ ഇടുന്നൊരു ചെറിയ ഭാഗമാണ്. ഇപ്പോൾ ഈ ഷെൽഫുകളിൽ വേറൊരു സ്ഥലത്ത് സ്പെഷ്യലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വേറൊരു സ്പെഷ്യാലിറ്റിയാണ് വൈനിനേക്കാൾ കൂടുതൽ കുറച്ച് ക്ലിയർ ആയിട്ടുള്ള ബോട്ടിൽസ് ഇരിക്കണം കാണാം. അത് ബേസിക്കലി നമ്മുടെ നാട്ടിൽ പറയുന്ന നല്ല നാടൻ ചാരായത്തിൻ്റെ സെയിം സാധനമാണ്. എല്ലാ ജോർജിയൻ ഹൗസ് ഹോൾഡിലും അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്നത് ചാച്ച എന്നാണ് അവരതിനെ പറയുന്നത്. 40-50% ആൽക്കഹോളിലുള്ളൊരു നാടൻ ചാരായത്തിൻ്റെ വേറെ വേർഷൻ. ഇപ്പം അത് കാണുന്ന മൃഗത്തോലുകളോട് ഉണ്ടാക്കിയിട്ടുള്ള വൈൻ സേവ് ചെയ്ത് വെക്കുന്ന അവർ കൊണ്ടു നടക്കുന്ന ചെറിയ ബോട്ടിലുകളാണ്. ഇതാണ് ആ ചാച്ച ഉണ്ടാക്കുന്ന മെഷീൻ. വീട്ടിൽ ഇതിൻ്റെ അകത്ത് ഫ്രൂട്ട്സ് ഇട്ട് നമ്മൾ വാറ്റുന്ന തുള്ളിയായിട്ട് വീഴുന്നൊരു മെഷീനാണ്. അവരുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു റാൻഡമായിട്ടുള്ളൊരു സാധനമാണ് ഈ ചാച്ച മെഷീൻ. എല്ലാവരും ചാച്ച ഉണ്ടാക്കും വീടുകളിലൊക്കെ. അവരുടെ തണുപ്പിനെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ തണുപ്പിനോട് കിടപിടിച്ച് നിൽക്കാനൊക്കെ ആയിട്ട് അവർ ഡെയിലി കുടിക്കുന്നൊരു സാധനമാണ് ഈ ചാച്ച. വൈനും ചാച്ചയാണ് അവിടെ മെയിനായിട്ട് എല്ലാവരും റാൻഡമായിട്ട് കുടിക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റുന്ന വിഷ്വൽസ്. ഇത് നമ്മുടെ പശുവിൻ്റെയും ആടിൻ്റെയൊക്കെ കൊമ്പുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ്സാണ്. പണ്ട് വാരിയേഴ്സൊക്കെ യുദ്ധത്തിന് പോകുമ്പോഴും അല്ലെങ്കിൽ അവരുടെ സെലിബ്രേഷനൊക്കെ ഒക്കേഷൻസിലൊക്കെ
അവർ വൈൻ കുടിക്കാനും അല്ലെങ്കിൽ ഈ ചാച്ച കുടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഗ്ലാസ്സാണത്. അവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള കുറച്ച് ഡ്രസ്സുകൾ ഇട്ടിപ്പിച്ചിട്ടുള്ള പാവകളും പിന്നെ ചെറിയ ചെറിയ പെയിൻറ്റിങ്ങുകൾ ചെയ്തിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റുകളൊക്കെയാണ് നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്നത്. പണ്ട് കാലത്ത് യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന പടച്ചട്ടകൾ, ഇത് ബേസിക്കലി ഒരു ചെറിയ മ്യൂസിയം പോലെ, അതായത് ഈ ജോർജിയൻ കൾച്ചർ അല്ലെങ്കിൽ ടിബ്ലിസിയുടെ കൾച്ചർ മുഴുവൻ എടുത്ത് കാണിക്കുന്ന ഒരു ചെറിയ മ്യൂസിയം പോലെയാണ്. പണ്ട് കാലത്ത് ഒരു കാറിൻ്റെ മോഡലാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. പണ്ട് കാലം തൊട്ട് അവർ ഉപയോഗിച്ച് വന്നിരുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു ഷോക്കേസിംഗ് ആണ് ഇവിടെ ഉള്ളത്. നമ്മളവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ തേടി വരുന്നൊരു സാധനമാണ് വാള്. അന്ന് ജയ്പൂർ പോയ സമയത്ത് ഇത് തുറക്കാൻ പറ്റില്ലായിരുന്നു, കാരണം അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോര കാണിച്ചിട്ട് പുറത്തിറക്കാൻ പറ്റുള്ളൂ. ഇതിന് കുഴപ്പമില്ല. ഇത് നല്ല ഇവിടെ ചോര കണ്ടില്ലെങ്കിലും വൈൻ കണ്ടാ മതി. മഹാരാജാവ് മഹാരാജാവല്ല ഈ ചെറിയ പടകളുടെ തലവേ. പിന്നെ ഫസ്റ്റ് നേരിടാൻ പോണവരെയാണ് പടത്തലെന്ന് പറയുന്നത്. പലതരം കത്തികളുണ്ട്. പേന കത്തി മുതൽ അമ്പുമ്പില്ല, പേന കത്തി മുതൽ വടിവാളും ബോംബും തോക്കും വരെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഗൈസ്. ഗിറ്റാറുകളുടെ ഒരു ഷാൻഡിലിയർ, ട്രംപറ്റ് അടക്കം കംപ്ലീറ്റ് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഏതൊരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാലും ദർ സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ് ഹാപ്പനിങ്. ജോർജിയൻസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു എനർജി കിട്ടുന്നൊരു സംഭവമാണ്. ചർച്ച് കേല എന്നാണ് അവരിതിനെ വിളിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഞ്ഞ് നിൽക്കാത്തതിനൊരു കാരണമുണ്ടെന്ന്, ഒരു സയൻറ്റിഫിക് റീസൺ. അതിൻ്റെ സയൻറ്റിഫിക് റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ടിബിലിസി സിറ്റിയിൽ ഒഴുകുന്ന ഈ ഒരു നദിയിലുള്ളതിൽ ഭയങ്കര സൾഫർ കണ്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ താഴെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ആ പുഴയുടെ താഴെ വെള്ള കളറിൽ ഒരു സംഭവം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കാണാം. അത് ശരിക്കും സൾഫറാണ്. അപ്പോൾ ഈ സൾഫർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എപ്പോഴും ഇങ്ങനെ ഹൈ ആയിട്ട് നിൽക്കും. അപ്പോൾ മഞ്ഞ് പെയ്താൽ തന്നെ മഞ്ഞ് അധികം നേരം ഗ്രൗണ്ടിൽ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെളുത്ത കളറിൽ പുഴയുടെ സൈഡിലൊക്കെ കാണാൻ പറ്റുന്നത് സൾഫർ ഡെപ്പോസിറ്റുകളാണ്. ആ വെള്ളം ഒഴുകുന്നതിലൊക്കെ നമുക്ക് സൾഫർ കാണാൻ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു സാധനമാണ് ഇവരുടെ സൾഫർ ബാത്തുകൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിനെ റീജുവനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സൾഫർ ബാത്തുകൾ. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവിടെ ഒരു പാലം കണ്ടു. നമ്മുടെ പാരീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ലവ് ബ്രിഡ്ജാണ്. ഇവിടെ വന്നിട്ട് ഇവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് നമ്മുടെ പേര് എഴുതി ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും ജീവിതകാലം മുഴുവൻ നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരുമിച്ച് ചേരാൻ പറ്റും എന്നുള്ള പാരീസിലെ സെയിം വിശ്വാസം ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ ഈ ഒരു ലവ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്ന ഒരു ഏരിയയാണിത്. ഇതെല്ലാം ഡിഫറെന്റ് ഫ്ലേവേഴ്സിലുള്ള ഇവരുടെ ഒരു ട്രഡീഷണൽ ക്യാൻറ്റീൻ വേണമെങ്കിൽ പറയാം അല്ലേ. സ്വീറ്റ് അല്ലേ, എനർജി ബാർ പോലെ. നമ്മൾ മറ്റേ നാട്ടിലൊക്കെ ഇപ്പൊ എനർജി ബാർസ് കഴിക്കും, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണവരൊക്കെ പ്രോട്ടീൻ ബാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കും. അതിന്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ജോർജിയൻ എക്സാമ്പിൾ ആണ് ഈ കിടക്കുന്നത്. എന്തായിരുന്നു എന്റെ പേര്? ചുർച്ച്കേല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൽ ബേസിക്കലി ഫ്രൂട്ട്സ് എല്ലാം കൂടിയിട്ട്, ഫ്രൂട്ട് ജ്യൂസും ഫ്രൂട്ട്സും എല്ലാം കൂടി ഡ്രൈ ചെയ്ത് ഷുഗറിന്റെ കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ഇവരുടെ ഒരു ക്യാൻഡീൻ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു എനർജി ബാർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഐറ്റമാണ്. ഇതെല്ലാം കാണുന്നത് പല കളറിലുള്ളത്, പല ഫ്ലേവേഴ്സിലും, പിന്നെ പല ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. എനർജി കയറാണെങ്കിൽ വേണമെങ്കിൽ 2 മേടിച്ചോണ്ടൊക്കെ പോവാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം 2 ഫ്ലേവേഴ്സ് ആണ് നമ്മളിപ്പോ എടുത്തിട്ടുള്ളത്. ഒരെണ്ണം പോമഗ്രാനൈറ്റ് ഹേസൽനട്ടും, പിന്നെ ഇതെന്താ ഹണി വാൾനട്ട്. ഇതിന്റെ അകത്ത് നട്ട്സ് അങ്ങനെ അതിന്റെ പ്രോപ്പർ ഷേപ്പിൽ വരും. പുറത്താണ് ഈ ഷുഗറിന്റെയും ഫ്രൂട്ട്സിന്റെയും കൂടിയിട്ടുള്ള ഒരു പൾപ്പ് മിക്സ് കവർ ചെയ്ത് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടിട്ട് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് ഷേപ്പിൽ കാണാൻ ഭംഗി ഇതാണെങ്കിലും ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതിനാന്ന് തോന്നുന്നു. ഇത് ട്രൈ ചെയ്ത് നോക്കാം. കഴിച്ചത് ഞാനാണെങ്കിലും പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇനി ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര അടിപൊളിയാണെന്ന് വെച്ചാൽ ഭയങ്കര സ്വീറ്റ് അല്ല, അതിന്റെ ഫ്ലേവർ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്.
വാൾനട്ടും നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. നല്ലതാണ്. നമുക്ക് പോമഗ്രാനൈറ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ആക്ച്വലി കൊള്ളാം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ പോമഗ്രാനൈറ്റിന് ഒരു ചെറിയൊരു പുളിയും കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ലെയറും കൂടി ഇതിന്റെ മുകളിൽ ഫ്ലേവർ നിൽക്കുന്നുണ്ട്. അപ്പൊ സ്വീറ്റ് അല്ലെങ്കിലും ആവശ്യത്തിന് സ്വീറ്റ്, ആവശ്യത്തിന് പുളി. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു നട്ടാണ് ഹേസൽ നട്ട്. അപ്പോൾ എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യുമ്പോൾ ദിസ് ഇസ് എ റിയലി നൈസ് ഫ്ലേവർ. കയറി ബാ 2 റൗണ്ട് ഓടിയിട്ട് നിങ്ങളും കഴിച്ചേക്ക്. What is your name? Leah. Leah. How long have you been doing this? Magazine What's it? 20 years. 20 വർഷമായിട്ട് പുള്ളിക്കാരി ഈ ഒരു പരിപാടി Monastery, Eklesia. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Monastery. ആളുടെ ഫാമിലി ആയിട്ട് തുടങ്ങിയതെന്നാണ് പറഞ്ഞത്. ഇത് മൊത്തം ഒരു മൊണസ്ട്രി ആയിരുന്നു. അതിന് ഒരു കട തുടങ്ങി. ഓക്കെ. എനിക്ക് ആക്ച്വലി നേരത്തെ കഴിച്ചതൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ചോദിച്ചു പുള്ളിക്കാരുടെ അടുത്ത് ഇവിടെ ഉള്ളതിൽ വേറെ ഒരു ബെസ്റ്റ് ഫ്ലേവർ ഏതാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് പോമഗ്രാനൈറ്റും ഇതിന്റെ അകത്ത് വരുന്നത് ചെറിയും പിന്നെ ഹേസൽനട്ടും അല്ല വാൾനട്ട് ആണെന്ന് തോന്നുന്നല്ലേ, എന്തോ നട്ട്സ് കൂടി മിക്സ് ആയിട്ട് വരുന്ന വേറൊരു മിക്സ്ഡ് ഫ്ലേവർ ആണ്. ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചാൽ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് വലിയ ബൈറ്റായി പോയി. Good. ഡേറ്റ്സ് കുറച്ചുകൂടി റിച്ച് ആയതുകൊണ്ടാണ് പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് വെച്ചപ്പോ പുള്ളിക്കാർ പറഞ്ഞു 10 ലാരിയാണ് മോനെ, 10 ലാരിയാണ് മോനെ ടേസ്റ്റ് ചെയ്തത്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വേറൊരു ഡെസേർട്ടിന്റെ ഷോപ്പാണ്. ബേസിക്കലി ദിസ് ഇസ് ഐ തിങ്ക് ഇറ്റ്സ് എ ടർക്കിഷ് ഡെസേർട്ട്. കുർത്തോഷ് കലാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിൽ കിട്ടുന്ന ഒരു ചിമ്മിനി കേക്ക് എന്ന് പറഞ്ഞൊരു ഡെസേർട്ട് ഉണ്ട്. അതിന്റെ സെയിം സാധനം തന്നെയാണ്. അതിന്റെ കുറച്ചുകൂടി ഒത്തന്റിക് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇതൊന്നും ട്രൈ ചെയ്യാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ദിസ് ആക്ച്വലി ലുക്സ് റിയലി നൈസ്. അതായത് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു സിന്നമൻ്റെയും ഷുഗറിൻ്റെയും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ട്. അതിൻ്റെ ഒരു ഫ്രേഗ്രൻസും പിന്നെ അവർ ചെയ്ത് വെച്ചേണ ഡോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഐ ഹാവ് എ റിയലി ഗുഡ് ഫീലിംഗ് അബൌട്ട് ദിസ് ഡെസേർട്ട്. ലെറ്റ്സ് സീ. ഇവരുടെ ഷോപ്പിന്റെ പേര് ലൂമിയർ എന്നാണ്. അപ്പോൾ ലൂമിയ സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ് ഞാൻ മേടിച്ചത്. ഇതിൽ ലോട്ടസ് ബിസ്കോഫിൻ്റെ ഒരു ബിസ്ക്കറ്റും പിന്നെ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഞാനൊരു ആപ്പിൾ കമ്പോട്ടിൻ്റെ ഒരു ലെയറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല സിന്നമൻ്റെയും ആ ആപ്പിൾ കമ്പോട്ടിൻ്റെയും സ്മെല്ലും കൂടി വന്നിട്ട് ഭയങ്കര രസമുണ്ട് ആക്ച്വലി. ഈ ഒരു ബ്രിഡ്ജ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വെറുതെ ചുമപ്പയും വെള്ളയും ലൈറ്റ് കൊടുത്തതാണ്. പക്ഷെ ഇതിൽ ആക്ച്വലി ജോർജിയയുടെ ഫ്ലാഗിൻ്റെ ഡിസൈനിലാണ് ഈ ഒരു ബ്രിഡ്ജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു നമ്മളിപ്പോൾ ഉള്ളത് ടിബിലിസി സിറ്റിയിലാണ്. ടിബിലിസി സിറ്റിയുടെ തണുപ്പ് പറഞ്ഞിട്ട് നാക്ക് ഉടക്കി തുടങ്ങി. ടിബിലിസി സിറ്റിയുടെ മെയിൻ അട്രാക്ഷൻസ് എല്ലാം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം. അതായത് ഇതൊരു പ്രൊമോഷനാണ്, ഇതൊരു ഹോട്ട് എയർ ബലൂണാണ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ല ഒരു സൈഡിൽ നിന്ന് തുടങ്ങട്ടെ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ടിബിലിസി പാലസ് ആണ്. അവിടെ എന്താ ക്വീൻ്റെ പേരെന്താ പറഞ്ഞത്? ഡാർജിലിംഗോ? ഡാർജിലിംഗ്. ക്വീൻ ഡാർജിലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ക്വീൻ ഉണ്ടായിരുന്നു പണ്ട് ഇവിടെ. പുള്ളിക്കാരി ആൾക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒക്കെ ഇങ്ങനെ രാവിലെ പുറത്തിറങ്ങി കാഴ്ച കണ്ടിരുന്ന ഒരു ബാൽക്കണിയൊക്കെ നമുക്ക് ആ പാലസിൽ കാണാം. പിന്നെ ഇവിടെ നല്ല അടിപൊളി ബോട്ടിങ്ങും പരിപാടികളും ഉണ്ട്. ഓ അത് വേറൊരു സ്കൾപ്ചറാണ്. ദാറ്റ് ഇസ് കോൾഡ് മദർ ഓഫ് ജോർജിയ. ഒരു കയ്യിൽ വാളും ഒരു കൈ. ഓ അപ്പോൾ ആ വൈനിൻ്റെ ഇവരുടെ കൾച്ചറിലുള്ള ഒരു വൈനിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം.
വാൾ കൊടുക്കും, ഫ്രണ്ട് ആണെങ്കിൽ വൈൻ കൊടുക്കും എന്നുള്ളൊരു ഇതിലാണ്. പിന്നെ നമുക്ക് അവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോർട്രസ് കാണാം, ഇതിന്റെ മുകളിലും വേറൊരു ഫോർട്രസ് കാണാം. ഈ പിന്നെ നമ്മൾ നേരത്തെ നടന്നുപോയ പാലമാണ് അവിടെ കാണുന്നത്. ഇവിടെ താഴെ പുഴയുണ്ട്, ബോട്ടിംഗ് ഉണ്ട്. ഇനി വെൻ വി കം ടു ദിസ് സൈഡ് ഓഫ് ദ ബ്രിഡ്ജ്, ഇവിടെ ഗാംബ്ലിംഗ് ലീഗലാണ്. ദിസ് ഇസ് എ കസീനോ. ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് കസീനോ ആണ് ഈ സൈഡിൽ കാണുന്നത്. പിന്നെ ഈ കൊടി പാറുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് പ്രസിഡൻഷ്യൽ ഹൗസ്. അവിടെയാണ് നമ്മുടെ ഇവിടുത്തെ ടിബ്ലിസിയുടെ പ്രസിഡന്റ് താമസിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ടിബിലിസി സിറ്റി സെന്ററിലാണ്. ബേസിക്കലി ഞങ്ങൾ കുറച്ച് ഡ്രിങ്ക്സ്, മറ്റേ ജ്യൂസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്, ഫുഡും ഡിന്നറും സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നിവിടെ സ്നോക്കുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ടിബിലിസിയിൽ നോർമലി സ്നോനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് ഇവർ നോർമലി പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷേ നമ്മളുടെ ഒരു നല്ല കാലം എന്ന് പറയട്ടെ, നല്ല സമയം എന്ന് പറയട്ടെ, എൻ്റെ കുടിയിൽ നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇത് സ്നോ അല്ല, ഹെയിൽ സ്റ്റോമാണ്. പക്ഷേ അതിൻ്റെ കുറച്ച് മൈനർ വേർഷനാണ്. കണ്ടോ, കല്ല് വീണ പോലെ, അതായത് നമ്മുടെ ആലിപ്പഴം എന്ന് നമ്മൾ കേരളത്തിൽ പറയുന്ന സാധനമാണ് ഇപ്പോൾ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്നോ കിട്ടി. അതുപോലെ തന്നെ ടിബിലിസിയിൽ നമുക്ക് സ്നോ കിട്ടി. ദാറ്റ്സ് എ വെരി സ്പെഷ്യൽ എന്താ പറയുക ഒക്കേഷൻ. നമുക്ക് അങ്ങനെ നോർമലി കിട്ടാത്തൊരു സാധനമാണ്. നൈസ്. ഓക്കെ, ചെറിയ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു. ഞാൻ രാവിലെ തൊട്ട് പറയാമെന്ന് പറഞ്ഞു വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുടെ ഡീറ്റെയിലും കൂടി ഞാനിപ്പോൾ ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ പറയാണ്. നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഡേ 1 ends here. സംഭവബഹുലമായിട്ടുള്ളൊരു ബിഗിനിങ് ഫോർ ദ ട്രിപ്പായിരുന്നു. പുതിയൊരു ജോർജിയസ് ട്രാവൽ സീരീസിലെ എപ്പിസോഡ് 1 തന്നെ നമുക്ക് കുറേ സംഭവങ്ങൾ നടന്നു. കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആയിരുന്നു. ഭയങ്കര പഴയ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടർബുലൻസൊക്കെ ആയിട്ട് ഒരു കണക്കിന് അത് എങ്ങനെയൊക്കെയോ എത്തി. നമ്മൾ നേരെ വന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഫോർ എവ്രി വൺ ഔട്ട് ദെയർ ഹൂസ് പ്ലാനിങ് എ ട്രിപ്പ്, ഇൻ്റർനാഷണൽ ട്രിപ്പ്. ഞങ്ങൾ പ്ലാൻ ചെയ്ത ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ടിക്കറ്റ് എടുത്തത് കൊച്ചി ടു അബുദാബി ഒരു ടിക്കറ്റ് ഞാൻ എടുത്തു. എന്നിട്ട് അബുദാബി ടു ഈ പറയുന്ന ജോർജിയ കുട്ടേസിയിലേക്കുള്ള ടിക്കറ്റ് സെപ്പറേറ്റ് എടുത്തു. അപ്പം ഞങ്ങളുടെ വിചാരം എന്ന് പറയുന്നത്, എന്നെ കുറേ പേരുടെ വിചാരം തന്നെയാണ്, അബുദാബി എയർപോർട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഗേജ് എടുത്തതിന് ശേഷം അബുദാബിയിൽ എക്സിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ജോർജിയയ്ക്ക് പോവാം എന്നുള്ള രീതിയിൽ. എന്നിട്ട് ജോർജിയ പോയി തിരിച്ച് വരുമ്പോൾ അബുദാബിയിൽ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 time entry വിസ, അബുദാബിയുടെ 1 time entry വിസ എടുത്താൽ മതി എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ഭാഗ്യമെന്ന് പറയട്ടെ, അബുദാബിയിൽ എയർപോർട്ടിൽ എത്തിയ സമയത്ത് എക്സിറ്റ് ചെയ്യാതെ മറ്റേ ടെർമിനലിലേക്ക് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലഗേജ് എടുക്കണമെങ്കിൽ, അതായത് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ലഗേജ് എടുക്കണമെങ്കിൽ ആ എമിഗ്രേഷൻ കൗണ്ടർ കിടക്കണം. അതിനർത്ഥം 1 time വിസ നമ്മൾ അവിടെ വാലിഡാണ്. പിന്നെ നമ്മൾ ആ കൗണ്ടറിൽ നിന്ന് തിരിച്ച് ജോർജിയയ്ക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വിസ അവിടെ ക്യാൻസലായി. കാരണം നമ്മൾ എൻട്രിയും ചെയ്തു, എക്സിറ്റും ചെയ്തു. സോ ദിസ് ഈസ് എ പ്രോബ്ലം ദാറ്റ് വി ഫേസ്ഡ്. അപ്പോൾ സ്പെസിഫിക്കലി ഇത് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്കുള്ളൊരു പുതിയ നോളജും കൂടി ആയിരുന്നു. എനിക്കറിയില്ലായിരുന്നു. ഞാനത് ഐ ലേൺഡ് ഇറ്റ് ഇൻ ദ ഹാർഡ് വേ. നിങ്ങളുടെ പൈസ പോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു സജഷൻ പറയുന്നത്. അബുദാബി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് പോണ സമയത്ത് മൾട്ടിപ്പിൾ എൻട്രി വിസ എടുക്കുക. എന്നിട്ട് ലഗേജ് കളക്ട് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് അതിൻ്റെ തൊട്ടപ്പുറത്തെ ഡിപ്പാച്ചർ ടെർമിനൽ വഴി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുക. ഇതിൽ ആ ഒരു മൾട്ടിപ്പിൾ എൻട്രിയുടെ ആ ഒരു പൈസ നമുക്ക് കുറച്ച് നഷ്ടം വരും ബേസിക്കലി. അല്ലെങ്കിൽ എത്തിഹാദ് അല്ലെങ്കിൽ എയർ അറേബ്യ ഫ്ലൈറ്റ്സ് ആയിരിക്കണം. അപ്പോൾ ഡയറക്റ്റ് ട്രാൻസ്ഫേഴ്സ് അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പറയുന്നതിൽ നമുക്കൊരു ക്ലാരിറ്റി ഇല്ല അവർ പറയുന്ന കാര്യങ്ങളിൽ. അങ്ങനെ നമ്മുടെ ആദ്യം എടുത്ത വിസ ക്യാൻസലായി. ഇപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും അബുദാബി വിസയ്ക്ക് അപ്ലൈ ചെയ്തു. കാരണം ജോർജിയയിൽ നിന്ന് തിരിച്ച് നമ്മൾ പോകുന്നത് അബുദാബിയിലേക്കാണ്. അബുദാബിയിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മളുടെ ട്രിപ്പ് കഴിയുമ്പോഴേക്കും ആ വിസ വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇത് കഴിഞ്ഞ് ആ ഒരു പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 8 മണിക്കൂർ ലേഓവർ എയർപോർട്ടിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചത് ക്യാൻസലായി. അത് നേരെ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ സംസാരിച്ചു, ബാഗൊക്കെ ഓപ്പൺ ചെയ്തു, പരിപാടികളൊക്കെ സെറ്റിലായതിനു ശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും മോർണിംഗിൽ എയർപോർട്ടിലേക്ക് വന്നു, ജോർജിയയിലേക്ക്, കുട്ടേസിലേക്കുള്ള ഫ്ലൈറ്റ്. കുട്ടേസിലേക്കുള്ള ഫ്ലൈറ്റ് കയറി നേരെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നു. 3 hours 50 minutes, ഓൾമോസ്റ്റ് 4 hours ഫ്ലൈറ്റാണ്.
ടർബുലൻസ് ഒന്നും, നല്ല ഫ്ലൈറ്റ് ആയിരുന്നു ആക്ച്വലി. അത് വിസ് എയർ എന്ന് പറഞ്ഞിട്ടൊരു കിഡിലൻ കമ്പനിയാണ്. അതൊരു പുതിയ കമ്പനിയാണ്. അവരുടെ ഫ്ലൈറ്റ്സ് ഒക്കെ ഫ്രഷ് ഫ്ലൈറ്റ്സ് ആണ്, ചീപ്പ് റേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യൂവിൽ നിന്നു. അതൊരു അരമണിക്കൂർ, ഒരു 20-25 മിനിറ്റ്സിൻ്റെ ഒരു ക്യൂ ആയിരുന്നു. അത് അത്ര നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, കാരണം ഇറ്റ്സ് എ ചീപ്പ് ഫ്ലൈറ്റ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്താലല്ലേ, ഐ മീൻ കുറച്ച് കിട്ടുന്ന പൈസയ്ക്ക് എന്തെങ്കിലും ഒരു നമ്മളൊരു ത്യാഗം സഹിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഫ്ലൈറ്റ് വന്നു, ലാൻഡ് ചെയ്തു. അപ്പോൾ അവിടെ ഞങ്ങൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് പേരും മഴ. കുട്ടേസിൽ ഞങ്ങൾ ഇന്ന് കുറച്ച് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. അതായത് അവിടുത്തെ ഒരു ലോക്കൽ ഡേ ഓഫ് സൈറ്റ് സീയിങ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. തണുപ്പൊക്കെ കാരണമാണ് എനിക്ക് ചെറുതായിട്ട് മറ്റേ ഒരു വീസിങ് എഫക്റ്റ് ഉണ്ട്. ലോക്കൽ ഡേ ആണ് പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷെ അത് നടന്നില്ല. പേരും മഴയായിരുന്നു. ഇതിനേക്കാളും രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിലെ വേഴ്സ്റ്റ് ഇമിഗ്രേഷൻ എക്സ്പീരിയൻസ് ഇന്നാണ് എക്സ്പീരിയൻസ് ചെയ്തത്. കുട്ടായിസി എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ഒരു ബോയിങ് അല്ല, ഇതാണ് എയർബസ് A321 നിയോണിൽ ഫുൾ പാസഞ്ചേഴ്സ്, അതായത് ഫ്ലൈറ്റ് ഫുള്ളാണ്. ഇത്രയും പാസഞ്ചേഴ്സിനെ ഇവർ ഫ്ലൈറ്റിൽ നിന്ന് എയർപോർട്ടിലേക്ക് എത്തിച്ചു. ചെറിയ എയർപോർട്ടാണ്, ദാറ്റ് ഇസ് ഫൈൻ. അത് ലൈക്ക് ഇതൊന്നും ഞാനൊരു വിഷമമായിട്ട് പറയണതല്ല, നമുക്ക് അനുഭവിച്ചൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് പറയാണ്. പെരുമഴയത്ത് നമ്മൾ റൺവേയിൽ കൊണ്ടുവരുത്തിയ ഫ്ലൈറ്റ്, മറ്റേ അവിടെ എയർപോർട്ട് ചെറുതാണ്, അപ്പോൾ മറ്റേതൊന്നുമില്ല, അതായത് നമ്മുടെ സ്കൈ വാക്കൊന്നുമില്ല. നേരിട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ മഴ നനഞ്ഞ് ബസ്സിൽ കയറി. ബസ്സിലാണെങ്കിൽ ഇവർ ആ ഫ്ലൈറ്റിലുള്ള പകുതി വരെ ഒരു ബസ്സിൽ കയറ്റി, ബാക്കി പകുതി വരെ വേറൊരു ബസ്സിൽ കയറ്റി, കുത്തി നിറച്ച് നമ്മൾ മറ്റേ സ്കൂൾ ബസ്സൊക്കെ പോണ പോലെയാണ്. എന്നിട്ട് എയർപോർട്ടിൽ ഇതിലേക്ക് ടെർമിനലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ക്യൂ അങ്ങോട്ട് തുടങ്ങി. 4 ഇമിഗ്രേഷൻ ഓഫീസേഴ്സാണ്. ഒരു മിനിമം 200+ പാസഞ്ചേഴ്സിന് ഇരിക്കുന്നത് 4 ഇമിഗ്രേഷൻ. അതും ഫാമിലി ആയിട്ടുള്ള ഇമിഗ്രേഷൻ അവർ സമ്മതിക്കില്ല. ഇൻഡിവിജ്വലി ഓരോരുത്തരായിട്ട് വരണം. എന്നിട്ട് അവിടെ വേറൊരു പരിപാടി കാണിച്ചതെന്ന് വെച്ചാൽ ഇന്ത്യൻ പാസ്പോർട്ടിന് ഒരു വാല്യൂ ഇല്ല. ഇന്ത്യൻ പാസ്പോർട്ട് അവർ പാസ്പോർട്ട് നോക്കി ഇന്ത്യൻ പാസ്പോർട്ട് അങ്ങനെ കുറച്ച് വിലയില്ലാത്ത പാസ്പോർട്ടുകൾ എന്നുള്ള രീതിയിൽ അവർ കൺസിഡർ ചെയ്യുന്ന പാസ്പോർട്ടുകൾ മൊത്തം ക്യൂ നിൽക്കണം. അല്ലാത്തവർക്കൊക്കെ ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗേറ്റ് വഴി കടത്തി വിട്ടു. പിന്നെ അതുപോലെ തന്നെ അവരുടെ ജോർജിയൻ സിറ്റിസൻസിന് സെപ്പറേറ്റ് എൻട്രി, ദാറ്റ് ഇസ് ഫൈൻ. പക്ഷെ എനിക്ക് ഭയങ്കര ഇച്ചയായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ഓഫീസർ വന്നിട്ട് എന്നോട് പാസ്പോർട്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ട് എടുത്ത്, അപ്പോൾ ബാക്ക് സൈഡാണ് ഞാൻ എടുത്ത സമയത്ത് കാണുന്നത്. ഞാനിത് അപ്പോൾ പുള്ളിക്കാരി എൻ്റെ നിന്ന് പാസ്പോർട്ട് മേടിക്കാൻ പോവാണ്, കൈ ഇങ്ങനെ നീട്ടിയിട്ട്. അപ്പോഴാണ് ഞാൻ പാസ്പോർട്ട് തിരിക്കണേ. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു പാസ്പോർട്ടിൻ്റെ സൈൻ കണ്ട വഴി പുള്ളിക്കാരി ഇങ്ങനെ എന്തോ മറ്റേ അൺടച്ചബിലിറ്റി എന്നൊക്കെ പറയണ പോലത്തെ ഒരു ഫീലിങ്ങിൽ പുള്ളിക്കാരി ഇങ്ങനെ കൈ വലിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. കാരണം ഡിസ്റെസ്പെക്ട്ഫുൾ ആണ്. നമ്മുടെ രാജ്യത്തിൻ്റെ എംബ്ലം അല്ലെങ്കിൽ പാസ്പോർട്ട് കാണുന്ന സമയത്ത് വേറൊരാളയ്യേ എന്നുള്ളൊരു സാധനം കാണിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഹൃദയത്തിൽ ചെറിയൊരു പെയിൻ വന്നു. അപ്പോൾ തന്നെ എനിക്ക് നല്ല ദേഷ്യം വന്നു. പിന്നെ നമ്മൾ ഇമിഗ്രേഷൻ ആയതുകൊണ്ടും ഇങ്ങോട്ട് കയറേണ്ടതായതുകൊണ്ടും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ബാക്കി കുറേ പാസ്പോർട്ട് വരെ കയറ്റി വിട്ടു. ഇന്ത്യക്കാർ മുഴുവൻ ക്യൂ നിൽക്കണു, ബാക്കി കുറേ പേര് ക്യൂ നിൽക്കണു. അങ്ങനെ നിന്ന് 2.5 മണിക്കൂർ എടുത്തു ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാനായിട്ട്. 2.5 മണിക്കൂർ നിൽക്കുകയാണ്, ബാഗും തൂക്കി ലഗേജും പിടിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ കൗണ്ടറിൽ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു എമിറേറ്റ്സ് ഐഡി കാണിക്കാൻ പറഞ്ഞു. ഞാൻ അബുദാബിയിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു എമിറേറ്റ്സ് ഐഡി എനിക്കില്ല, എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ടാണ്. അപ്പോൾ കൺട്രി ഓഫ് റെസിഡൻസ് പെർമനൻറ്റ് റെസിഡൻസ് ഉള്ളത് കാണിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളത് പെർമനൻറ്റ് റെസിഡൻസ് എന്നാൽ എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട്, യു ഹാവ് ഇറ്റ് ഓൾറെഡി. പുള്ളിക്കാരി വിസ എന്ന് പറയണില്ല, വിസ എൻ്റെ കയ്യിലുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു വിസയാണോ, ഡു യു മീൻ വിസ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു യെസ്. എൻ്റെ അടുത്ത് ചൂടാവണമല്ലോ. അപ്പോൾ ഞാൻ വിസ എടുത്ത് കാണിച്ചു കൊടുത്തു. ഓക്കെ പറഞ്ഞു, കയറിക്കോളാൻ പറഞ്ഞു. 2.5-2.25 മണിക്കൂർ ഞങ്ങൾ 13 പേര്, അതിലൊരു 6-7 പിള്ളേരാണ്. 6 പിള്ളേരുണ്ട്, 5-6 പിള്ളേരുണ്ട് ഞാനടക്കം. അപ്പോൾ ഇത്രയും പേര് അത്രയും നേരം. എൻ്റെ പപ്പയും മമ്മയാണെങ്കിൽ സീനിയർ സിറ്റിസൻസ് ആണ്, 60+ ഇയേഴ്സാണ് പപ്പയൊക്കെ. അപ്പോൾ ആൻറ്റി ഉണ്ട്, പപ്പയുടെ ചേച്ചിയുണ്ട്. അവരൊക്കെ നല്ല ഏജുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. ഇമിഗ്രേഷനിൽ അവിടെ പ്രത്യേകിച്ച് ഒരു ഫെസിലിറ്റീസ് ഇല്ല, ഇരിക്കാൻ പറ്റില്ല, ഒന്നുമില്ല. സോ ഇറ്റ് വാസ് എ വെരി ഹാർഡ് എന്താ പറയുക പ്രൊസീജിയർ. 2.5 മണിക്കൂർ കഴിഞ്ഞ് നിന്നിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പെരുമഴ ആയതുകൊണ്ട്, ഓൾറെഡി ഡേ ലൈറ്റൊക്കെ പോയായിരുന്നു, പെരുമഴ ആയതുകൊണ്ട് കുട്ടേസി എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയില്ല. ഞങ്ങൾ നേരെ ടിബിലിസിയിലേക്ക് വന്നു. ബാക്കിയുള്ള വിഷ്വൽസ് നിങ്ങൾ ഓൾറെഡി കണ്ടു. സോ ഇതാണ് ഇന്നത്തെ ദിവസം നമുക്കുണ്ടായ കുറച്ച് ചാലഞ്ചുകൾ. പക്ഷേ ഇറ്റ്സ് ഫൈൻ, കാരണം എല്ലാ ട്രിപ്പിലും ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതായത് നമുക്ക് പറ്റുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഹാർഡ്ഷിപ്പുകളിൽ കൂടെ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കും. ഇനിയിപ്പോൾ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഐ വിൽ ഓൾവേസ് മേക്ക് ഷുവർ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫേഴ്സിൽ എക്സിറ്റ് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ വിസയുടെ ഇഷ്യൂസ് വരുമോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഇനി ബുക്ക് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് ഇനി അങ്ങനത്തെ ഒരു ഇഷ്യൂ ഈ വീഡിയോ കാണുമ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യു വോണ്ട് ഹാവ് ടു ഫേസ് ദാറ്റ് ഇഷ്യൂ അഗൈൻ. എനിക്ക് പൈസ പോയി നിങ്ങൾക്ക് ഇനി പോവില്ല.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഞാൻ ഇവിടെ ഇരുന്ന് ഇത്രയും നേരം കഥാപ്രസംഗം നടത്തിയതിൻ്റെ ഉദ്ദേശം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി ചെറിയൊരു റൂം ടൂറൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ സീ യു ഗൈസ് ലേറ്റർ. ബൈ ബൈ. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ തിരിച്ച് ഹോട്ടലിലെത്തി. ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂം ഞാൻ അലങ്കോലമാക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് എൻ്റെ റൂമിൻ്റെ ഒരു ടൂർ തരാമെന്ന് വിചാരിച്ചു. അത്ര അടിപൊളി ലക്ഷറീസ് ഒന്നും അല്ല. ദിസ് ഇസ് എ 4-star പ്രോപ്പർട്ടി. കണക്ഷൻ റൂമാണ്, 2 കണക്ഷൻ റൂമും പിന്നെ ഒരു ട്രിപ്പിൾ ബെഡ് റൂമുമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എൻ്റെ കണക്ഷൻ റൂമിൽ തൊട്ടപ്പുറത്ത് ഈ ഒരു വാതിൽ തുറന്നാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ പപ്പയും മമ്മിയും, പിന്നെ ഈ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള 2 നമ്മുടെ ആൾക്കാരുണ്ട്. ഞാൻ അതൊന്നുമല്ല, വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നതിന് മുമ്പ് ഞാൻ റൂമിൻ്റെ ടൂർ തരാം. ഇതാണ് മെയിൻ എൻട്രൻസ് ആൻഡ് ദെൻ ദിസ് ഇസ് ദ ബാത്റൂം ഡോർ. അങ്ങനെ കയറി വന്നാൽ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബെഡ്. എനിക്ക് ഈ ഒരു ബ്ലൂ കളർ നല്ല ഇഷ്ടമായി. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലേക്ക് ആരും നോക്കണ്ട, അതെൻ്റെ അല്ല, ചേട്ടന്മാർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ചതിച്ചതെന്നാ തോന്നണേ. ഇതെന്താണ് കർട്ടൻ മാറ്റി കഴിഞ്ഞപ്പോൾ വിൻഡോന് വരും മതിൽ. ഓക്കെ. അയ്യോ, ഈ റൂം നഷ്ടമായിരുന്നു കേട്ടോ എനിക്ക്. ഞാനിത് കർട്ടൻ കിടന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് ഫുള്ള് ഒറ്റ സ്ട്രെച്ചിലുള്ള ഒരു വിൻഡോ ആണ്. പക്ഷെ അല്ല, 2 കുഞ്ഞി ചെറിയ വിൻഡോ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തെ ചെറിയൊരു വ്യൂ കാണാതെ തുറക്കാൻ പറ്റും. നോക്കട്ടെ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ എന്തോ ഒരു സ്റ്റേഡിയം അങ്ങനെ എന്താ കണ്ടാണ് എൻ്റെ വ്യൂ ആയിട്ട് വരുന്നത്. ഫോൺ താഴെ പോയി കഴിഞ്ഞാൽ പോയതാ. ഇതാണ് എൻ്റെ ഹോട്ടൽ റൂമിൽ നിന്നുള്ള വ്യൂ. അവിടെ ഒരു മലയൊക്കെ ഉണ്ട്, അപ്പോൾ അത് രാവിലെ എനിക്ക് കാണാൻ പറ്റും. ഞാൻ തണുപ്പുണ്ട്, ഞാൻ നടക്കട്ടെ. ക്ലോസ് ദിസ് ആൻഡ് ദെൻ ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറുത്, പിന്നെ ഇവിടെ ഒരു ചെറിയ ടേബിൾ. ഇതൊക്കെയാണ് എൻ്റെ റൂമിൻ്റെ വ്യൂസ്. ഇത് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലയെന്നറിയാം, പക്ഷേ വെറുതെ ഒരു രസത്തിന് ഞാൻ കാണിച്ചു തന്നുള്ളൂ. ബാത്റൂം കാണണ്ടേ? ജോർജിയയിലെ ഹോട്ടൽ റൂം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചതാണ്. ദിസ് ഇസ് ദ ബാത്റൂം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനിയിപ്പോൾ Day 2 ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ദിസ് ഇസ് Day 1. ദിസ് ഇസ് എൻഡ് ഓഫ് Day 1. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മളെല്ലായ്പ്പോഴും പറയാറുള്ള പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കോ.